ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ 2 ചെള്ളുപനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വർക്കലയിലായിട്ട് ഒരു പെൺകുട്ടി ചെള്ളുപനിയേറ്റ് മരണപ്പെടുകയുണ്ടായി. ഇന്ന് തിരുവനന്തപുരത്ത് പാറശാലയിൽ, അത് തിരുവനന്തപുരത്തിന്റെ മറ്റൊരു അതിർത്തിയാണ്, അവിടെ ഒരു സ്ത്രീ ചെള്ളുപനി മൂലം മരണപ്പെടുകയുണ്ടായി. കഴിഞ്ഞൊരു 2-3 ആഴ്ചക്കകത്ത് തൃശ്ശൂർ, വയനാട്, മലപ്പുറത്ത് എല്ലാം തന്നെ ചെള്ളുപനി ഉള്ള രോഗികളെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് നമ്മുടെ സ്കൂൾ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന, സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചെള്ളുപനി പടരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും, നമ്മുടെ വീട്ടിൽ ഈ ചെള്ളിനെ കണ്ടെത്തിയാൽ, നമ്മുടെ ശരീരത്തിൽ ഈ ചെള്ളിരിക്കുന്ന കണ്ടാൽ എങ്ങനെ ഇതിൻ്റെ ഈ ചെള്ളുപനി നമ്മളെ ബാധിക്കാതെ രക്ഷപ്പെടാമെന്നും ഞാൻ വിശദീകരിക്കാം. ഈ ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചെള്ളുപനി പടരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടത് ഉണ്ട്. ഈ ചെള്ളുപനി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ പശുവിലോ പട്ടിയിലോ കാണപ്പെടുന്ന ചെള്ള് അല്ല. തുറസായ സ്ഥലങ്ങൾ, അതായത് പുൽത്തകടിയിലോ ഈ ജലാശയങ്ങൾക്കടുത്ത്, അരുവിക്കോ ജലാശയങ്ങൾക്ക് അടുത്തോ ഉള്ള ഈ നനവുള്ള അന്തരീക്ഷത്തിലോ കാണുന്ന പുല്ലിലും ചെടികളിലും വളരുന്ന ഒരിനം ചെള്ളുകളാണ് നമ്മൾ ഈ ചിഗർ മൈറ്റ്സ് എന്നാണ് ഇവയെ വിളിക്കുന്ന പേര്. ഇവ സാധാരണഗതിയിൽ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് വരാറില്ല. വളരെ കടുത്ത വേനൽ, ചൂടുള്ള സമയത്ത് ഇവയുടെ സാന്നിധ്യം കാണത്തില്ല. എന്നാൽ ഒരല്പം നനവുള്ള അന്തരീക്ഷം, സപ്പോസ് ഇപ്പോൾ മഴ പെയ്ത് അന്തരീക്ഷത്തിൽ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പം നനവുള്ള ഒരു അന്തരീക്ഷത്തിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഇവ വല്ലാണ്ട് പെറ്റുപെരുകും. ഈ ചിഗർ മൈറ്റ്സ് പൊതുവെ മനുഷ്യരെ നേരിട്ട്, ഇവയുടെ അഡൾട്ട് ഫോംസ് കടിക്കാറില്ല. എന്നാൽ ഇവയുടെ ചെറിയ ലാർവൽ ഫോംസ് ഉണ്ട്. ഈ ലാർവൽ ഫോംസിനെ നമുക്ക് കാണാൻ തന്നെ വലിയ പാടാണ്, വളരെ ചെറുതാണ്. ഇവ മനുഷ്യനെ കടിക്കും. ഇവ കടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം ഊറ്റി കുടിക്കാനല്ല കേട്ടോ. ഇവ കടിക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള ഇവയുടെ ഉമിനീര് നമ്മുടെ ശരീരത്തിനകത്ത്, അതായത് നമ്മുടെ സ്കിന്നിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിലുള്ള കോശങ്ങളെ ഇവ ദ്രവിപ്പിച്ച് ലായനി രൂപത്തിൽ വലിച്ചെടുത്ത് ഇവ വളരെ പെട്ടെന്ന് വളരുന്നു. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, ചെള്ളുകളെല്ലാം തന്നെ നമ്മുടെ രക്തം ഊറ്റി കുടിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവ അങ്ങനെയല്ല. ഇവയുടെ ഉമിനീരിന് നമ്മുടെ സ്കിന്നിനെ അലിയിക്കാനുള്ള, ദ്രവീകരിച്ച് വലിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ലാർവകൾ മനുഷ്യനെ കടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഡൾട്ട് ഫോമിൽ, അതായത് വലിയ ചെള്ളുകളെ നമ്മുടെ ദേഹത്ത് കണ്ടാൽ പരിഭ്രാന്തരാവേണ്ടതോ ഇല്ലെങ്കിൽ ഇവ നമ്മളെ കടിക്കും, അയ്യോ ചെള്ളുപനി വരും എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. വളരെ ചെറിയ ലാർവകളാണ് നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത. രണ്ടാമത്തെ കാര്യം, ഒരാൾക്ക് ഇപ്പോൾ സപ്പോസ് ചെള്ളുപനി ഉണ്ടെന്നിരിക്കട്ടെ, അയാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, മറ്റൊരു മനുഷ്യനിലേക്ക് നേരിട്ട് ചെള്ളുപനി പടരത്തില്ല. ഇപ്പോൾ നമ്മുടെ കൊറോണ വൈറസ് പോലെയോ അല്ലെങ്കിൽ മറ്റു തരം പനികൾ പോലെയോ ഉമിനീരിലൂടെയോ ഇല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ ചെള്ളുപനി പടരത്തില്ല. ചെള്ളിൽ നിന്നും മനുഷ്യരിലേക്ക് വരാനുള്ള സാധ്യത മാത്രമാണ് ഇതുള്ളത്. അതുകൊണ്ടാണ് ഇത് വളരെ വ്യാപകമായിട്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് ഇത് പടർന്നു പിടിക്കാത്തത്. സാധാരണ നമ്മൾ പുറത്തേക്ക്, അതായത് തുറസായ സ്ഥലങ്ങളിലേക്കോ ഇല്ലെങ്കിൽ വീടിന്റെ ചുറ്റുമൊക്കെ ഈ പുല്ല് വളർന്നു നിൽക്കുന്നു. ഈ പുല്ലിനകത്ത് മഴത്തുള്ളിയോ മഴവെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഈ ചെള്ള് വരാം. നമ്മൾ ശരിയായിട്ട് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കുട്ടികൾ ഓടിക്കളിക്കുമ്പോഴോ ഈ പുൽത്തകടിയുടെ ഇടയിൽ പോയാൽ ഈ ചെള്ളിൻ്റെ, ഈ ചെറിയ ചെള്ള് മനുഷ്യൻ്റെ ശരീരത്തിൽ പലപ്പോഴും നമ്മുടെ മടക്കുകളിൽ, ഇപ്പം കഴുത്തിൻ്റെ മടക്കുകളിൽ, നമ്മുടെ ചെവിയുടെ മടക്കുകളിൽ, ഇല്ലെങ്കിൽ മൂക്കിൻ്റെ വശത്തോ അല്ലെങ്കിൽ മുടിയുടെ ഇഴകളിലോ ഇവ കയറിയിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഇവ വന്നു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും കടിക്കണമെന്നില്ല കേട്ടോ. ലാർവകൾ മാത്രം അവ കടിക്കും. കൂടുതൽ ഇവ ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ പുറത്തേക്കുള്ള സ്രവങ്ങൾ, അതായത് ഇപ്പം നമ്മുടെ മൂക്കിൽ നിന്നും വരുന്ന ഉച്ഛ്വാസവായുവിലെല്ലാം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുതലുണ്ടെങ്കിലേ ഇവ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുത്തുള്ളൂ. അല്ലാതെ എല്ലാ മനുഷ്യരിലേക്കും ഇവ കയറുകയോ എല്ലാ മനുഷ്യരും ഇത് കടിക്കുകയോ ചെയ്യത്തില്ല. സപ്പോസ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉച്ഛ്വാസം കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഇത് കയറാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കയറിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്, നമ്മുടെ ലാർവകൾ ഇവ കടിച്ചിട്ട് ആ ഭാഗത്ത് ഈ സലൈവയാണ് കൂടുതലും കുത്തിവെക്കുന്നത്. സലൈവയ്ക്കകത്ത് ഈ ബാക്ടീരിയ, ഒറേഷ്യ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയകളാണ് അവിടെ കുത്തിവെക്കപ്പെടുന്നത്. ഈ എല്ലാത്തരം ചെള്ളിന്റെയും ദേഹത്ത് ഈ ഒറൻഷ്യ എന്ന് പറയുന്ന ബാക്ടീരിയ കാണാറില്ല. ഈ ഒറൻഷ്യ ബാക്ടീരിയ ഉള്ളവയുടെ ചെള്ള് നമ്മളെ കടിച്ച് അതിന്റെ ഉമിനീരിൽ ഈ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഇവ ഉമിനീരിന്റെ ഒപ്പം നമ്മുടെ കോശങ്ങളുടെ ഇടയിലേക്ക് കയറുന്നു. ഈ ചെള്ള് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് ശക്തമായ ചൊറിച്ചിൽ, കാരണം ഇതിന്റെ ഈ ഉമിനീര് നമ്മുടെ സ്കിന്നിൽ റിയാക്ഷൻ ഉണ്ടാക്കി നമുക്ക് വല്ലാണ്ട് ചൊറിച്ചിൽ വരികയും ക്രമേണ ആ ഭാഗത്ത് കറുത്ത നിറം വരികയും ചെയ്യുന്നു. സാധാരണഗതിയിൽ നമ്മളെ ഇത്തരത്തിലൊരു ചെള്ള് കടിച്ചാൽ ആ ചൊറിച്ചിലുള്ള ഭാഗം നമ്മൾ ഒരുപക്ഷെ നന്നായിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞ് നമ്മളങ്ങ് വിടും. പക്ഷേ അവിടെ ഈ ബാക്ടീരിയകൾ നമ്മുടെ ഈ സ്കിന്നിന്റെ അടിയിൽ പെറ്റുവരികയും
ക്രമേണ അത് നമ്മുടെ ബ്ലഡിലേക്ക് കയറി ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. സാധാരണ ഈ ബാക്ടീരിയ പെരുകാനെടുക്കുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 10 മുതൽ 14 ദിവസമാണ്. 14 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. ലക്ഷണം എന്ന് പറഞ്ഞാൽ പനി, നമുക്ക് ശക്തമായ ദേഹം വേദന, വിറയല്, കൈകളിലും കാലുകളിലും ശരീരത്തിലും ചെറിയ റാഷസ്, അതായത് ചുവപ്പ് ചെറിയ പാടുകളോട് കൂടിയിട്ടാണ് പനി വരുന്നത്. നമുക്ക് ഇത്തരത്തിലൊരു പനി വരുന്നു, പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല. ഇടവിട്ട് രാത്രികളിൽ ശക്തമായ പനിയും കുളിരും, ശരീരത്തിൽ കഴലകൾ വീങ്ങി കാണുന്നു. ഇങ്ങനൊരു ലക്ഷണമുണ്ട്. പ്രത്യേകിച്ച് നമുക്കിതൊന്നും കണ്ടെത്താനില്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ചെള്ള് കടിച്ചിട്ടുള്ള പാടുണ്ടോ എന്ന് പരിശോധിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചെള്ള് കടിച്ച ഭാഗത്ത് നമുക്ക് അസഹ്യമായ ചൊറിച്ചിൽ വന്ന് മാറിക്കഴിയുമ്പോൾ ഒരു ചെറിയ വടു പോലെ കറുത്ത നിറത്തിലുള്ള ഒരു പാടുണ്ടാവും. ഇതിന് എസ്കാർ സൈൻ എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു എസ്കാർ മാർക്ക് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന പനി ചെള്ളുപനി അഥവാ സ്ക്രബ് ടൈഫസ് ഫീവർ ആവാനാണ് സാധ്യത. സാധാരണഗതിയിൽ ഈ പനി വന്ന് നമുക്ക് കടുത്തൊരു 4-5 ദിവസം കഴിയുന്ന സമയത്ത് ശരീരത്തിൽ ഇത് വളരെ കഠിനമായിട്ട് ബാധിക്കുകയും നമ്മുടെ ശരീരത്തിലെ ആന്തരിക ഭാഗങ്ങൾ, ഇപ്പോൾ ശ്വാസകോശം, നമ്മുടെ ഹൃദയം, കരൾ, തലച്ചോർ എന്നിവയെ ബാധിക്കാനും ഒരുപക്ഷെ ശരിയായിട്ട് ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരണപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിൽ ഒരുപക്ഷെ ഈ ബാക്ടീരിയകൾ കൂടുതലായിട്ട് ശരീരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും അപകടമുണ്ടാക്കാൻ, സെപ്റ്റിസീമിയ പോലുള്ള കണ്ടീഷനിലേക്ക് എത്താനും മരണപ്പെടാനുമുള്ള സാധ്യതയിലേക്ക് എത്തുന്നു. നമ്മുടെ ശരീരത്തിൽ സപ്പോസ് ഈ ഒരു സ്ക്രബ് ടൈഫസ് കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഈ ചെള്ളുപനിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയുമെന്ന് വിശദീകരിക്കാം. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള ഈ പാട്, എസ്കാർ മാർക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, കയ്യിലോ കാലിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന ഈ പനി സ്ക്രബ് ടൈഫസ് ഫീവർ ആകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഈ കടിച്ച ഈ പാടിൽ നിന്നും എടുക്കുന്ന ചെറിയ സ്രവങ്ങളെ എടുത്ത് ഈ ഒറൻഷ്യ എന്ന് പറയുന്ന ബാക്ടീരിയയെ ഐഡന്റിഫൈ ചെയ്യാൻ നടത്തുന്ന PCR ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിലും നമുക്കിത് ചെള്ളുപനിയാണോ എന്ന് കൺഫേം ചെയ്യാം. മൂന്നാമത്തത്, ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ പുറപ്പെടുവിക്കുന്ന ആന്റിബോഡി ഉണ്ട്, അതായത് ഒറൻഷ്യ ആന്റിബോഡി ഉണ്ട്. ഈ ആന്റിബോഡി നമുക്ക് രക്തപരിശോധന നടത്തിയാലും അറിയാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇത് ചെള്ളുപനിയാണോ എന്ന് കൺഫേം ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ശരീരത്തിൽ ഒരു ബാക്ടീരിയ ടോക്സീമിയ ഉണ്ടാക്കുന്ന ചേഞ്ചസ് നമുക്ക് ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടെസ്റ്റുകൾ, WBC കൗണ്ടിന്റെ വ്യത്യാസത്തിലല്ല, ഇൻഫെക്ഷന്റെ ഒരു തോത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ശരിയായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സ നമുക്ക് അലോപ്പതിയിൽ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ഹോമിയോപ്പതിയിലായിക്കോട്ടെ ഉണ്ട്. ശരിയായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിലാണ് ഇതിൻ്റെ അപകടാവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെള്ളുപനിയുണ്ട്. ഇവിടെ ചിത്രത്തിൽ കാണിച്ച ഈ ഒരു ചിഗർ മൈറ്റ്സ് എന്ന് പറയുന്ന ഈ ചെള്ളുകൾ പലപ്പോഴും ഈ പുറത്തു പോയി വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെല്ലാം ഉണ്ടാകാം. നമ്മുടെ ശരീരത്തിൽ സപ്പോസ് ഇത്തരത്തിൽ ഒരു ചെള്ളിനെ കണ്ടാൽ, അയ്യോ ചെള്ള് ശരീരത്തിൽ വന്നു, എനിക്ക് ഇനിയിപ്പോൾ ചെള്ളുപനി വരും, ഞാൻ മരണപ്പെടും എന്ന് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് കാണാൻ പറ്റുന്ന വലിയ ചെള്ളുകൾ സാധാരണഗതിയിൽ മനുഷ്യനെ കടിക്കാറില്ല. ഇവ ശരീരത്തിൽ കയറി വരും, നമ്മൾ ഇവയെ എടുത്തു കളഞ്ഞാലോ കൊന്നു കളഞ്ഞാലോ അങ്ങ് പോകും. സപ്പോസ് നിങ്ങളെ ഒരു ലാർവ, അതായത് ചെള്ളിന്റെ ലാർവ കടിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചിഗർ മൈറ്റ്സിന്റെ കുഞ്ഞുങ്ങളാണ് നമ്മളെ കടിക്കുന്നത്. കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അസഹ്യമായ ചൊറിച്ചിലുണ്ടാകും. പലരും ചെയ്യുന്ന എന്താണ്, ഈ കടിച്ച ഭാഗം വെച്ച് ഞരടി അവയെ ഞെക്കി കൊന്നു കളയാനായിട്ട് ശ്രമിക്കും. സപ്പോസ് നമ്മളെ ഇത്തരത്തിൽ ഒരു ചെള്ള് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയെ അവിടെ വെച്ച് ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കരുത്. ഞെക്കിക്കൊല്ലുമ്പോൾ ഇവയുടെ ശരീരത്തിൽ നിന്നും, ഇവയുടെ ഉമിനീരിൽ നിന്നും കൂടുതൽ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ കയറുകയും നമുക്ക് കൂടുതൽ അപകടം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ചെയ്യേണ്ടത്, സപ്പോസ് നിങ്ങൾ ഈ ചെള്ള് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഒരു പേപ്പർ വെച്ചിട്ടോ ചെറിയൊരു കത്തി വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടോ ഇവയെ നൈസായിട്ട് ശരീരത്തിൽ നിന്നും തൊട്ട് എടുത്ത് അങ്ങ് മാറ്റി പുറത്ത് വെച്ചിട്ട്, അതായത് നിലത്ത് വല്ലി ഇട്ടിട്ട് ഇവയെ കൊന്നു കളയുക, അല്ലാതെ ശരീരത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിക്കരുത്. ഇനി കടിച്ച ഭാഗം നന്നായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ആവശ്യമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. സപ്പോസ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പനി വരുന്നു, അതായത് വിറയലും കുളിരുമായിട്ട് പനി വരുന്നു, ശരീരത്തിൽ കഴലകൾ വീക്കമുണ്ട്, ശരീരത്തിൽ ചുമപ്പ് പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രബ് ടൈഫസ് ആണോ എന്ന് പരിശോധിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ ഒരു എസ്കാർ മാർക്ക് കാണുന്നുണ്ടോ എന്ന് പരിശോധിച്ച് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ചെള്ളിന്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോസ് ഇപ്പോൾ കാടിന്റെ ഭാഗത്തേക്ക് പോകുന്നു, മഴയത്ത് നിങ്ങൾ ചെടികൾക്കിടയിലേക്ക് പോകുന്നു, കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഈ ചെള്ള് കടിക്കാതിരിക്കാനുള്ള ക്രീമുകൾ ഇന്ന് മാർക്കറ്റിൽ, നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഇത്തരം ക്രീമുകൾ കുട്ടികളുടെ ശരീരത്തിൽ ഒന്ന് പുരട്ടിയതിന് ശേഷം, കൈകളിലും കാലുകളിലും പുരട്ടിയതിന് ശേഷം പുറത്തേക്ക് പോവുക. മഴയത്ത് പുറത്തു നിന്നെല്ലാം പോയിട്ട് വരുന്ന ആൾക്കാർ, സപ്പോസ് ഇപ്പോൾ നിങ്ങൾ പുല്ലിന്റെ ഇടയിലേക്ക് പോകുന്നു, കാട്ടിൽ പോകുന്നു,
ഇല്ലെങ്കിൽ അരുവികളുടെ ഇടയിലേക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ മടക്കുകളിലോ ഉടുപ്പിന്റെ ഭാഗങ്ങളിലോ കഴുത്തിലോ എല്ലാം തന്നെ ഈ ചെള്ളുകൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പുറത്തു നിന്ന് പോയി വരുന്ന നിങ്ങൾ നന്നായിട്ടൊന്ന് സോപ്പും വെള്ളമിട്ട് കുളിച്ചാൽ തന്നെ സപ്പോസ് നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരം ചെള്ളുകൾ പറ്റിപ്പിടിച്ചിരുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും പോകും. നിങ്ങൾ പുറത്തു പോയി വരുന്ന വസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചെള്ളുകൾ സപ്പോസ് ഡ്രസ്സിലുണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോകും. നമുക്കിങ്ങനെ ചെള്ളുപനി പടരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. ഓൾറെഡി നമ്മുടെ നാട്ടിലെ ഈ ചെള്ളുപനി ബാധിച്ച് 2 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഇനിയും ചെള്ളുപനി വരാനും പടരാനുമുള്ള സാധ്യത ഉള്ളത് കൊണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുക. എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ്. ചെള്ളുപനി പടരുന്നതിനെ നമുക്ക് തടയാൻ ഇത് ഉപകരിക്കും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.